ഉത്രാടദിനത്തിൽ അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും. ഓണക്കോടിയും പൂക്കളും സദ്യയ്ക്കുള്ള സാധനങ്ങളും എല്ലാം വാങ്ങാനുള്ള തിരക്കാണ് വിപണികളിലൊക്കെ. തിരുവനന്തപുരത്ത് നിന്ന് ആതിര രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആതിര, നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ ഓണക്കാഴ്ചകൾ കാണാനായി തലസ്ഥാന നഗരിയിൽ വലിയ തിരക്കാണ്. ഇതിപ്പോൾ ഉത്രാട ദിവസമാണ്. നാളത്തെ സദ്യവട്ടത്തിനുള്ള ഒരുക്കത്തിനൊക്കെ ആയിട്ട് ആളുകളൊക്കെ വഴിയോരങ്ങളിൽ ഇങ്ങനെ വലിയൊരു തിരക്ക് സ്വാഭാവികമായും അനുഭവപ്പെടുന്നുണ്ടാവുമല്ലേ? ശ്രീജ, തീർച്ചയായിട്ടും. കാരണം ഓണം ഇങ്ങെത്തി, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തിരുവോണത്തിന്. അതുകൊണ്ട് തന്നെ ഈ ഉത്രാടത്തിനുമായി ഇന്ന് ഉത്രാട പാച്ചിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അവസാന ഘട്ടത്തിലുള്ള ഒരുക്കങ്ങൾ ഒക്കെ നടത്തുവാനുള്ളൊരു തത്രപ്പാടിലാണ് ആളുകൾ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് ഏതായാലും ഉണ്ട്. ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരത്തെ ഈസ്റ്റ് ഫോർട്ടിലാണ്, കിഴക്കേക്കോട്ടയിലാണ്. ഇവിടെ സാധനങ്ങൾ മേടിക്കുന്നതിനും ഓണക്കോടികൾ എടുക്കുന്നതിനും ഒക്കെ തന്നെ, ഓണക്കോടികളൊക്കെ നമ്മൾ നേരത്തെ എടുത്തവരുണ്ടാകാമെങ്കിലും ഓണക്കോടികൾ ഈ അവസാന ഘട്ടത്തിൽ എടുക്കുന്നവരും അതുപോലെ തന്നെ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങളും അതുപോലെ ആഭരണങ്ങൾ വാങ്ങുന്നതിനും ഒക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള തിരക്ക് ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം, ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. നിരവധി ആളുകളാണ് ഇവിടെ, വലിയ രീതിയിലുള്ള തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഇവിടെ കച്ചവടങ്ങളും മറ്റുമൊക്കെ നടക്കുന്നത്. അത്തരത്തിൽ കച്ചവടമൊക്കെ ഇങ്ങനെ പൊടി പൊടിക്കുന്നൊരു കാഴ്ചയാണ് നിലവിൽ ഈ നഗരത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ആളുകൾ അമ്മേ, ഓണത്തിന്റെ അവസാന ഘട്ട ഒരുക്കത്തിലാണോ? അതെ, വാങ്ങിച്ചു. ഇനി പച്ചക്കറികളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. വാടിയെടുക്കാൻ വേണ്ടി വന്നാൽ. അപ്പൊ അത്തരത്തിൽ എല്ലാ സാധനങ്ങളുടെയും അവസാനഘട്ട ഒരുക്കത്തിലാണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞു എങ്കിലും ഇനി ചില സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ചേച്ചി, അതെ 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 ഇനി കുറച്ച് പച്ചക്കറികളും അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിക്കണം. എടുത്തെടുത്ത്. അതെ അതെ, തീർച്ചയായിട്ടും അത്തരത്തിൽ ഓണം ആഘോഷിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ആളുകളൊക്കെ. അവസാന ഘട്ടത്തിലുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കുക, ആ സാധനങ്ങൾ അങ്ങനെ ഒരുക്കാനുള്ള ഒരു തിരക്കിലൊക്കെയാണ് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം. കച്ചവടക്കാരാണെങ്കിലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ടുള്ള ഒരു കച്ചവടമാണ്. ചേട്ടാ, ഓണത്തിന് കച്ചവടം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. വലിയ ഇതില്ല, പഴയ തിരക്കൊന്നും ഇപ്പൊ ഇല്ല. എന്നാലും പണ്ടത്തെ അത്ര ഒന്നുമില്ല, ഇപ്പൊ നോർമലി ഉള്ള പോലെ തന്നെ. ഹാൻഡ് മെയ്ഡ് ചപ്പൽസിനാണ് കൂടുതൽ, ഏറ്റവും കൂടുതൽ. ബ്രാൻഡ് ടൈപ്പിന് കുഴപ്പമില്ല, അത്യാവശ്യം നോർമലായിട്ടുള്ള രീതി. ഇല്ല, ഇത് നോർമലായിട്ട് ഇപ്പം സാധാരണ ഇതിന് മുന്നേ കുഴപ്പമില്ല. ഇപ്പോൾ ഉത്രാടനുസരിച്ച് വലിയ തിരക്കില്ല. എന്നാലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. തുണിക്കാണ് കൂടുതൽ, തുണി അങ്ങനത്തെ കാര്യത്തിനാണ് കൂടുതൽ. ഏതായാലും കച്ചവടക്കാർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെങ്കിലും പണ്ടത്തെ അത്ര തിരക്കില്ല എന്നുള്ളതാണ് പലയിടത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ ഏതായാലും ആളുകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഉത്രാട പാച്ചിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ശ്രീജ.